വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, PSC, കേരള ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിലെ ഒഴിവുകളാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡ. ഈ ബാങ്കിൽ 4000 അപ്രൻറ്റീസിൻ്റെ ഒഴിവുണ്ട്. യോഗ്യത ബിരുദമാണ്, ഏതെങ്കിലും ബിരുദം മതി. കേരളത്തിലാണെങ്കിൽ 89 ഒഴിവുകളുണ്ട്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ കേരളത്തിലെ ഒഴിവുകൾ 89 എന്ന് പറഞ്ഞില്ല. അതിൽ ആലപ്പുഴ 5, എറണാകുളം 30, കണ്ണൂർ 5, കാസർഗോഡ് 7, കോഴിക്കോട് 10, മലപ്പുറം 5, പാലക്കാട് 7, തിരുവനന്തപുരം 10, തൃശ്ശൂർ 10. ഇങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് വേണ്ടത്. ബാങ്ക് ഓഫ് ബറോഡയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർ അപേക്ഷിക്കാൻ പാടില്ല കേട്ടോ. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയമുള്ളവരും അപേക്ഷിക്കുവാൻ അർഹരല്ല. അപ്പോൾ പ്രവൃത്തി പരിചയം വേണ്ട എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഇതായിട്ട് പറയുന്നത് പ്രായമാണ്. 2025 ഫെബ്രുവരി 1-ന് 20-നും 28 വയസ്സിനും ഇടയിലായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ സാധാരണ പോലെ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ടാവും. തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓൺലൈൻ പരീക്ഷയാണ്. സർട്ടിഫിക്കറ്റ് പരിശോധന എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. ഓൺലൈൻ പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 1 മണിക്കൂറായിരിക്കും സമയം. ഇംഗ്ലീഷ്, ഹിന്ദി ആയിരിക്കും മാധ്യമം. ഇംഗ്ലീഷോ ഹിന്ദിയിലോ ആയിരിക്കും മാധ്യമം. 100 മാർക്കിനുള്ള പരീക്ഷയിൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ ഇംഗ്ലീഷ് എന്നിവയായിരിക്കും വിഷയങ്ങൾ. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. ഇനി അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ പഠിച്ചതായി തെളിയിക്കുന്നതിന് 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ മാർക്ക് ഷീറ്റ് ഹാജരാക്കിയിരിക്കണം. അല്ലാത്തവർ അന്തിമ തിരഞ്ഞെടുപ്പിന് മുൻപായി ഈ ഭാഷയിലെ പ്രാവീണ്യം പരിശോധിക്കുന്നതിനുള്ള പരീക്ഷ കൂടെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഇനി അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞേക്കാം. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും 600 രൂപ, ഭിന്നശേഷി വിഭാഗക്കാർക്ക് 400 രൂപ, മറ്റുള്ളവർക്ക് 800 രൂപയാണ്. പുറമെ GSTയും കൂടെ വരും. എന്നിങ്ങനെയാണ് ഫീസ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ടത് എന്ന് പറഞ്ഞേക്കാം. അപേക്ഷകർ NAPS, NAPS, BAR, NATS, NATS പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒഴിവിലേക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് നിങ്ങളുടെ അപേക്ഷ അയക്കാവൂ. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ്, ആധാർ കാർഡ്, പാൻ കാർഡ്, 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മാർക്ക് ഷീറ്റ്, ഡിഗ്രി മാർക്ക് ഷീറ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, സേവിംഗ് ബാങ്ക് പാസ്ബുക്ക്, ചെക്ക് ലീഫ് എന്നിവയുടെ കളർ സ്കാൻ കോപ്പി അപ്ലോഡ് ചെയ്യണം. നിലവിലുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയും ചേർക്കണം. അപേക്ഷിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിശദ വിവരങ്ങൾ www.bankofbaroda.co.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 11 ഒന്നുകൂടി വെബ്സൈറ്റ് അഡ്രസ്സ് പറയാം. www.bankofbaroda.co.in. അടുത്തത് യുണൈറ്റഡ് ഇൻഷുറൻസിൽ 105 അപ്രൻറ്റീസിൻ്റെ ഒഴിവുണ്ട്. യോഗ്യത ബിരുദമാണ്. കേരളത്തിൽ 25 ഒഴിവുണ്ട്. പൊതുമേഖലയിലുള്ള ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസിൽ അപ്രൻറ്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് ഈ അവസരം. ബിരുദധാരികളാണ് അപേക്ഷിക്കാൻ യോഗ്യരായവർ. 1 വർഷമാണ്. ഇതിന് മുന്നേ 1 വർഷം പരിശീലന കാലയളവുണ്ട് കേട്ടോ. ആ കാലയളവിൽ നമുക്ക് 9000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കുന്നതായിരിക്കും. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ 2021 മുതൽ 24 വരെയുള്ള വർഷങ്ങളിൽ ബിരുദം നേടിയവർക്കാണ് അവസരം. നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രൻറ്റീസ്ഷിപ്പോ ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കുവാൻ പാടില്ല. 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെയും പരിഗണിക്കില്ല. പ്രായം 21-നും 28 വയസ്സിനും ഇടയിലായിരിക്കണം. യോഗ്യതാമാർക്ക് അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. അപേക്ഷ അപ്രൻറ്റീസ്ഷിപ്പ് പോർട്ടലായി https://nat.education.gov.in മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ https://uiic.co.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അവസാന തീയതി മാർച്ച് 10. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ 73 എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ ഒഴിവുകളുണ്ട്.
തിരഞ്ഞെടുപ്പ് ഗേറ്റ് 2025 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. മഹാരത്ന റാങ്കിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിയാകാൻ അവസരം. 73 ഒഴിവുണ്ട്. 2025 ഗേറ്റ് പരീക്ഷയുടെ മാർക്ക് അടിസ്ഥാനമാക്കിയാവും തിരഞ്ഞെടുപ്പ്. നിയമനം കമ്പനിയുടെയോ കമ്പനി ഉൾപ്പെട്ട സംരംഭങ്ങളുടെയോ സബ്സിഡിയറി സ്ഥാപനങ്ങളുടെയോ ഏത് ഓഫീസ് പ്രൊജക്റ്റിലുമാകാം. വിഷയങ്ങളും ഒഴിവുകളും പറയാം. കെമിക്കൽ 21, ഇൻസ്ട്രുമെൻറ്റേഷൻ 17, ഇലക്ട്രിക്കൽ 14, മെക്കാനിക്കൽ 8, BIS 13. ശമ്പള സ്കെയിൽ 60,000 to 1,80,000 രൂപ വരെ. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 65% മാർക്കോടെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് 60% മാർക്കോടെയുള്ള ബിരുദവും 65% മാർക്കോടെയുള്ള MCAയും നേടിയവരെയും പരിഗണിക്കും. SC/ST വിഭാഗക്കാർക്ക് ഭിന്നശേഷിക്കാർക്കും മാർക്കിൽ 5% ഇളവ് ലഭിക്കും. റെഗുലർ കോഴ്സിലൂടെ നേടിയ യോഗ്യത മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. 18/3/2025 26 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി മാർച്ച് 18 വിശദ വിവരങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് https://gailonline.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി 18/3/2025. അടുത്തത് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തെ ചില ഒഴിവുകൾ പറയാം. .NET ഡെവലപ്പറുടെ ഒഴിവുണ്ട്. അത് നമ്മൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് 7. വെബ്സൈറ്റിൻ്റെ പേര് www.cloudnautical.com എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷ അയക്കേണ്ടത്. അടുത്തത് UI/UX ഡിസൈനർ. അത് മാർച്ച് 18 ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നോക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് www.kenland.in നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ എഞ്ചിനീയർ. അവസാന തീയതി അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 18. വെബ്സൈറ്റ് അഡ്രസ്സ് www.industrionano.com. അടുത്തത് വീഡിയോ എഡിറ്റർ ട്രെയിനിയാണ്. അത് നമ്മൾ അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 8. വെബ്സൈറ്റ് അഡ്രസ്സ് www.genrobotics.org. അടുത്തത് ഡെവോപ്സ് എഞ്ചിനീയർ. അത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31. വെബ്സൈറ്റ് അഡ്രസ്സ് www.innovatisc.com. അടുത്തത് ഡെവോപ്പ് ടെക്നിക്കൽ സപ്പോർട്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 3. വെബ്സൈറ്റ് അഡ്രസ്സ് www.reizendretail.in. അടുത്ത Node.js ഡെവലപ്പർ. അവസാന തീയതി മാർച്ച് 14. അയക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ്സ് www.ateamssoftsolutions.com. മാർച്ച് 14 ലാസ്റ്റ് ഡേറ്റ്. അടുത്ത ഗ്രാഫിക് ഡിസൈനറാണ്. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 10. www.techstas.com. അടുത്ത പൈത്തൺ ഡെവലപ്പർ ട്രെയിനി. അത് www.yourvision.co.in. അവസാന തീയതി ഫെബ്രുവരി 28. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്കാണ് അവസരം. 2691 ഒഴിവുണ്ട്. അതിൽ 118 ഒഴിവ് കേരളത്തിലാണുള്ളത്. അപേക്ഷകർ സ്വന്തം സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയണം. 1 വർഷമാണ് പരിശീലനം. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലാണ് ഒഴിവുള്ളത്. സ്റ്റൈഫൻഡായി ഈ പരിശീലന കാലയളവിൽ 15,000 രൂപ ലഭിക്കും. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം 1/4/2021 അതിനുശേഷമോ യോഗ്യത നേടിയവർക്കാണ് അവസരം.
നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കുവാൻ പാടില്ല. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയമുള്ളവരും അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം 2025 ഫെബ്രുവരി 1 20 to 28 വയസ്സിനുള്ളിലായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. തിരഞ്ഞെടുപ്പ് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ഓൺലൈൻ പരീക്ഷയിലൂടെയായിരിക്കും തിരഞ്ഞെടുപ്പ്. 100 മാർക്കിനുള്ള പരീക്ഷയിൽ ജനറൽ, ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ് എന്നിവയായിരിക്കും വിഷയങ്ങൾ. 100 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് 1 മണിക്കൂറായിരിക്കും ആകെ സമയം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ പഠിച്ചതായി തെളിയിക്കുന്നതിന് 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ മാർക്ക് ഷീറ്റ് ഹാജരാക്കിയിരിക്കണം. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും 600 രൂപ, ഭിന്നശേഷിക്കാർക്ക് 400 രൂപ, മറ്റുള്ളവർക്ക് 800 രൂപയാണ്. അപേക്ഷകർ NATS പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. സ്വന്തം സംസ്ഥാനത്തെ ഒഴിവിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. അപേക്ഷിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിശദ വിവരങ്ങൾ www.unionbankofIndia.co.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 5 ആണ്. കൂടുതൽ ഒഴിവുകളും വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി എത്താം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.